ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. ഇത് നമുക്ക് ചോറിന് കൂടെല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് നോക്കുമ്പോൾ എപ്പോഴും മുന്നോട്ടുണ്ടാവണം. അതിനുശേഷം പൊട്ടാറ്റോസ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയൊരു ഓപ്ഷൻ വെച്ചാൽ നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു വിസിലാക്കി ഓഫ് ചെയ്താൽ കറക്റ്റായി വെന്ത് കിട്ടും. ഓവർ കുക്ക് ആവാതെ നോക്കുക. ഇതിപ്പോൾ ഒരു കത്തിയോ ഫോർക്കോ വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയാൽ വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അതിനുശേഷം ഇത് കോരി നമുക്ക് പച്ചവെള്ളത്തിലോട്ട് മാറ്റിയിട്ട് തൊലി കളയാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 3-4 കാശ്മീരി ചില്ലി. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ ചില്ലി ആണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം ചിരവിയ തേങ്ങ. ഇത് ഇത്രയൊന്ന് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണമെന്നില്ല. ചെറിയൊരു തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഈ രീതിക്ക് പൊടിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കരിവേപ്പില ഇട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞ പൊട്ടാറ്റോസ് ഒന്ന് ഇട്ടെടുത്ത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇവിടെ പൊട്ടാറ്റോസ് ഏകദേശം ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിന് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. അപ്പോൾ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നമുക്ക് ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടി. ഇതിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പൊടിച്ച് വെച്ച മസാല ഒരു 1.5 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയിൽ ഉപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ബേബി പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ എന്നത്തെ പോലെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.